morning, Miss. Good morning, ma'am. 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 Good morning, Miss. Finish. Good morning, ma'am. Okay, ma'am. Good morning, ma'am. Good morning, friends. I'm Tamanna from Trivandrum. Start it, ma'am. God's love is so wonderful. God's love is so wonderful. God's love is so wonderful. Oh, wonderful love. So high, you can't get over it. So deep, you can't get under it. So wide, you can't get around it. Oh, wonderful love. Oh, wonderful love. Thank you, ma'am. Quote പറഞ്ഞോട്ടെ ma'am. Good morning, everyone. Quote of the day. I am Fatima Nafla from Malappuram. Be not afraid of greatness. Some are born great, some achieve greatness, and some have greatness thrust upon them. Written by William Shakespeare. Thank you, ma'am. Sign in പറയട്ടെ ma'am. Hi, I am Jyoti from Palakkad. Good morning, ma'am. Good morning, all. Welcome, ma'am. All of you welcome. Today, I am going to talk about woman. A speech about being proud to be a woman could discuss the unique qualities of woman, the strength of the female bond, and the importance of women in society. First one, women role in society. Women play a vital role in society as mothers, wives, homemakers, teachers, drivers, police, doctors, more. Second one, woman strength. Woman strong and possess
unique qualities and skills that men cannot have. Third one, woman achievements. Women have achieved great things in social, political, and cultural fields. Once again, I am proud to be a woman. This speech dedicated to all women. Sign in by Jyoti. Thank you, ma'am. Okay, very good. Thank you, ma'am. ആക്ടിവിറ്റി ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ? തന്നിട്ടുണ്ടായിരുന്നു മാം. ആക്ടിവിറ്റീസ് മീൻസ് അതിലുള്ള പോയിന്റ്സ് ഞങ്ങളെ കൊണ്ട് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 to 8 പോയിന്റ്സ് നമ്മൾ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്. ഏതായിരുന്നു? റോൾ ഓഫ് ദി ടീച്ചർ. യെസ്, റോൾ ഓഫ് ദി ടീച്ചർ 3 പോയിന്റ്സ് നമ്മൾ പറഞ്ഞല്ലേ? 2 പോയിന്റ്സ് പറഞ്ഞു. 3 to 8 നമ്മളോട് പ്രിപ്പയർ ചെയ്യുന്നു. യെസ്, നോക്കിയായിരുന്നു നിങ്ങള്? നോക്കിയിട്ടുണ്ട്. നോക്കിയിട്ടുണ്ട്. യെസ്, ഓക്കെ. എന്ന് പറഞ്ഞോളൂ, ആരാണെന്ന് വെച്ചാല് റോൾ ഓഫ് ദി ടീച്ചർ. തേർഡ് പോയിന്റ് തുടങ്ങിയാണോ ഫോർത്ത് തുടങ്ങിയാണോ പറയണ്ടേ? ഫോർത്ത് തുടങ്ങിയല്ലേ? തേർഡ് പോയിന്റ് മുതൽ. തേർഡ് പോയിന്റ് തുടങ്ങി. എന്ന് പറഞ്ഞോളൂ. അറിയാവുന്ന പോലെ പറഞ്ഞാൽ മതി. ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ മാം? പറയട്ടെ. പറഞ്ഞോളൂ. Third point, the interpersonal relationship in the school should be such that it should provide emotional security and a sense of belongingness to children. അതായത് നമ്മുടെ സ്കൂളിന്റെ അകത്ത്, നമ്മുടെ ഒരു ക്ലാസ്സിലാവട്ടെ സ്കൂളിലാവട്ടെ, അതിലുള്ളിൽ ഇന്റർപേഴ്സണൽ എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സും സ്റ്റുഡൻറ്റുമായിട്ടുള്ളൊരു റിലേഷൻ ആണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അത് കുട്ടികൾ ഒരു ഇമോഷണൽ സെക്യൂരിറ്റി, ഇപ്പോൾ മദറിന്റെ സ്ഥാനം കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്ഥാനം നമ്മൾ സ്കൂളിലെ ടീച്ചേഴ്സിനാവും കൊടുക്കുക. അപ്പോൾ അവര് ആ കുട്ടികളിലേക്കുള്ള അവരുടെ ആ ഒരു സേഫ്, ഒരു സെക്യൂരിറ്റി സോണാണ് കുട്ടികളിലെ എല്ലാ കാര്യങ്ങളും. അവർക്കൊരു പനി വന്നാലോ അവർക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലോ ടീച്ചറിനോട് അവർക്ക് മീൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. ദെൻ ഫോർത്ത് പോയിന്റ്, provide diversified co-curricular activities for the full expression and outlet of pent-up emotional energies. കുട്ടികളിലെ ഇമോഷണലി ആണെങ്കിലും അവരുടെ പഠിത്തം മാത്രം എന്നുള്ളതല്ലാതെ മറ്റുള്ള ആക്ടിവിറ്റീസ്, എക്സ്പ്രഷണൽ ആക്ടിവിറ്റീസിലൂടെ അവരെ പെൻഡപ്പ് ചെയ്ത് കൊണ്ടുവരിക, മോർ പവർഫുൾ ആയിട്ട് കൊണ്ടുവരിക എന്നുള്ളൊരു ടീച്ചറിന്റെ റോള്. Then fifth one, adopt dynamic, progressive, child-centered methods of teaching. Dynamic ആയിട്ടുള്ള ഓക്കെ. അടുത്ത പോയിന്റ് വേറെ പറയിപ്പിക്കട്ടെ? പറയിപ്പിച്ചോ മിസ്, പറയിപ്പിച്ചോ. താങ്ക് യു. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ്, പെൻഡപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്? നമ്മുടെ ഒരു കുട്ടിയുടെ ഉള്ളിലുള്ള കഴിവുകളെ പുറത്തെടുക്കുക എന്നാണ് അല്ലെ പെൻഡപ്പ് എന്ന് പറയുന്നത്. പെൻഡപ്പ് ഇമോഷണൽ എനർജീസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഉള്ളിലുള്ള ഇമോഷൻസ്, ഒരു കുട്ടിയുടെ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്ന ഇമോഷൻസ്. അപ്പൊ നമ്മളെ എക്സ്പ്രസീവ് ആയിട്ടുള്ള വൈവിധ്യമാർന്ന ആക്ടിവിറ്റീസ് കൊടുക്കുന്നത് വഴിയാണ് എന്ന കുട്ടിയിൽ ആ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഇമോഷൻസ് മറ്റു കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇനി ഫിഫ്ത് പോയിന്റ് എന്നൊരാൾ പറഞ്ഞേ. ഫിഫ്ത് പോയിന്റ് ഞാൻ പറയട്ടെ മാം? പറഞ്ഞോളൂ. അഡോപ്റ്റ് ഡൈനാമിക് പ്രോഗ്രസീവ് ചൈൽഡ് സെൻറ്റേർഡ് മെത്തേഡ് ഓഫ് ടീച്ചിങ്. അതായത് ഇപ്പോൾ ടീച്ചേഴ്സ് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പല മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ലളിതമായ രീതിയിൽ ഇപ്പം അവർക്ക് അഡോപ്റ്റ് ഡൈനാമിക് പ്രോഗ്രസീവ് ആയിട്ട് പുസ്തകങ്ങളിലെ കാര്യങ്ങൾ മാത്രമല്ല, അവർക്ക് ബോറടിക്കാത്ത രീതിയിൽ ഒരു കഥയായിട്ടോ കവിതയായിട്ടോ അല്ലെങ്കിൽ ഒരു കളിയായിട്ടോ ഒക്കെ കുറച്ച് എനർജറ്റിക് ആയിട്ട് അവരുടെ ടീച്ചേഴ്സിന്റെ ഒരു ടെക്നിക്സ് ഉണ്ടല്ലോ, കുട്ടികളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്സ്, അവരുടെ എനർജീസ് ഒന്നും പോവാണ്ട് അവർ ആ കളിയിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു രീതി, ആ ഒരു മെത്തേഡ് ടീച്ചേഴ്സ്, ആ ഒരു ടീച്ചിങ് മെത്തേഡ് കൊണ്ടുവരിക. അതാണ് ആ ഒരു സെന്റൻസിൽ എനിക്ക് മനസ്സിലായത്. താങ്ക് യു മാം. അതായത് ചൈൽഡ് സെന്റേർഡ് മെത്തേഡ് എന്ന് പറയുമ്പോൾ കുട്ടികളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അല്ലെ, അവരായിരിക്കണം സെന്റർ എന്ന് പറയുന്നത്. അവർക്ക് കേന്ദ്രീകൃതമായിട്ടുള്ള കുറച്ച് പ്രോഗ്രസീവ് ആയിട്ട്, അതായത് പുരോഗമനമായിട്ടുള്ള അല്ലെങ്കിൽ ഡൈനാമിക് ആയിട്ടുള്ള
രീതിയിലുള്ള മെത്തേഡ്സുകൾ ആയിരിക്കണം എന്റെ അധ്യാപകർ ഉപയോഗിക്കേണ്ടതെന്നാണ് അവിടെ പറയുന്നത്. സിക്സ്ത് പോയിന്റ് ആരാ പറയുന്നത്? പറയട്ടെ ഞാൻ പറയട്ടെ മാം. ആ, അർഷ്യ. The children should get desired love and sympathy from the teacher. ടീച്ചറുടെ കയ്യിൽ നിന്ന് കുട്ടികൾ സിമ്പതിയും അതുപോലെ തന്നെ സ്നേഹവും ഒക്കെ അവരർഹിക്കുന്ന സിമ്പതിയും അവരർഹിക്കുന്ന സ്നേഹവും കൊടുത്ത് വേണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. Yes, very good. Okay, എന്താണ്? The children should get desired love and sympathy from the teachers. അല്ലെ, കുട്ടികൾ ആഗ്രഹിക്കുന്നവരുടെ ആഗ്രഹം എന്താണ്? ആ ടീച്ചേഴ്സിൽ നിന്നും സ്നേഹവും അതുപോലെ സിമ്പതി എന്ന രണ്ട് വികാരങ്ങളാണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ അധ്യാപകരിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഓക്കെ, 7th പോയിന്റ് മനസ്സിലായോ നിങ്ങൾക്കത്? യെസ് മാം, മനസ്സിലായി. പറഞ്ഞു, അറിയാവുന്ന ആരും പറഞ്ഞു. മനസ്സിലായില്ല എന്നാണോ പറഞ്ഞത്? ഇമോഷൻസ് ആൻഡ് തോട്ട്സ് ദേ ആർ നോട്ട് തോട്ട്. എന്താണത്? പറഞ്ഞു. ഇമോഷൻസ് എന്ന് പറയുന്നത് നമുക്കത് കുട്ടികൾക്ക് കിട്ടണം, അല്ല അവരത് പഠിപ്പിക്കുകയല്ല ചെയ്യാനുള്ളത്. അവർക്ക് നമ്മൾ സ്വമേധ ഇമോഷൻസ്, ഇപ്പൊ സ്നേഹമായാലും പേഷ്യൻസ് ആയാലും എന്തായാലും അവർ സ്വമേധ അത് മനസ്സിലാക്കണം. അവരത് പഠിപ്പിക്കുകയല്ല ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് മനസ്സിലായത്. ഈ കാര്യങ്ങള് പിടിക്കപ്പെടുന്നത് അവർ പഠിപ്പിക്കുന്നില്ല എന്നാണ് പറയുന്നത് അല്ലെ. അതായത് നമുക്ക് ഇമോഷൻസ് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്ന സ്വമേധയ ഉണ്ടാവുന്നതാണ് അല്ലെ. ഓക്കെ, 8th പോയിന്റ് ആരാണ് പറയുന്നത്? അടുത്ത പോയിന്റ് ആരാ പറയുന്നത്? ഞാൻ പറയാം. യെസ്, ആരാ മാം? ഡെയ്സിനാണോ? ഇല്ല, പറഞ്ഞോ, കുഴപ്പമില്ല. Provide moral education to all groups and sex education to adolescents that will that will help them to attain emotional balance and tolerance. അതായത് നമ്മൾ കുട്ടികൾക്ക് അവരുടെ പ്രായത്തിനനുസരിച്ച് ഈ സെക്സ് എഡ്യൂക്കേഷനും അതേപോലെ ഈ ഇമോഷൻസ് ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതായത് ഈ മൂഡ് സ്വിങ്സ് ഒക്കെ വരുമല്ലോ, ആ സമയത്തൊക്കെ അതിനുള്ള എഡ്യൂക്കേഷൻ അവർക്ക് കൊടുക്കണം. അപ്പൊ നമ്മളൊക്കെ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ ഗേൾസിന് മാത്രമായിട്ട് ഈ സെക്സ് എഡ്യൂക്കേഷൻസ്, അതേപോലെ ഈ പീരിയഡ്സ് ടൈമിൽ നമ്മൾ എങ്ങനെയൊക്കെ പാഡ് യൂസ് ചെയ്യേണ്ടതും ക്ലോത്ത് യൂസ് ചെയ്യേണ്ടതും അതൊക്കെ നമുക്ക് എക്സ്ട്രാ നമുക്ക് എഡ്യൂക്കേഷന് പുറമെ തന്ന ക്ലാസ്സുകളാണ്. അതേപോലെ കുട്ടികൾക്കും അതിനെ പറ്റിയിട്ടുള്ള അറിവുകൾ കൊടുക്കണം എന്നാണ് പറയുന്നത്. Provide moral education to all groups. എല്ലാ കുട്ടികൾക്കും തന്നെ moral education കൊടുക്കണം, എല്ലാ പ്രായത്തിലുള്ള കുട്ടികൾക്കും. And sex education to adolescents. അല്ലെ, കൗമാരക്കാരായ കുട്ടികൾക്കാണ് എന്ത് കൊടുക്കേണ്ടത്? സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് ക്ലാസ്സുകൾ കൊടുക്കേണ്ടത്. Then that will help them to attain emotional balance and tolerance. അപ്പൊ അത്തരത്തിലുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്ന വഴി തന്നെ കുട്ടികളിലെ എന്താണ് വൈകാരികമായിട്ടുള്ള സമനിലയും സഹിഷ്ണുതയും ഒക്കെ വളർത്താനായിട്ട് അവരെ സഹായിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് അധ്യാപകരാണത് ചെയ്യേണ്ടത്. ഇവിടെ പറയുന്നത് നമ്മളിപ്പോ പറഞ്ഞ പോയിന്റ്സിലെല്ലാം ആരുടെ ഉത്തരവാദിത്തങ്ങളാണ്? റോൾ ഓഫ് ദി ടീച്ചർ ആണ് അല്ലെ. കുട്ടികളിലെ ഇമോഷൻസ് ഡെവലപ്പ് ചെയ്യുന്നെങ്കിൽ, ഇമോഷൻസ് സപ്പോർട്ട് കൊടുക്കണമെങ്കിൽ അധ്യാപകർക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്നുള്ള പോയിന്റ്സ് ആണ് നമ്മളിപ്പോ നോക്കിയത്. മാം, ഗുഡ് ടച്ചും ബാഡ് ടച്ചും പറഞ്ഞു കൊടുക്കണമല്ലോ അല്ലേ? പറഞ്ഞു കൊടുക്കുന്നു. ഗുഡ് ടച്ച് ഏതാണ്, ബാഡ് ടച്ച് ഏതാന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, യെസ്. അപ്പൊ റോൾ ഓഫ് ദി ടീച്ചർ നിങ്ങൾക്ക് ക്ലിയർ ആണോ? എല്ലാ പോയിന്റ്സും വേണ്ടത് പറയണോ? എല്ലാം കൂടെ ചേർത്ത് എന്റെ ആശയത്തിന് ഞാൻ 2 പോയിന്റ് എഴുതി വെച്ചു മാം. ടെസ്റ്റിൽ അല്ലാതെ ഇതിനെ എല്ലാം കൂടെ അവലോകനം ചെയ്തിട്ട് എന്റെ 2 പോയിന്റ് ടീച്ചറിനെ പറ്റി പറയട്ടെ മാം. ഓക്കെ. ടീച്ചേഴ്സ് ഡിറ്റർമിൻ ദി ക്വാളിറ്റി ഓഫ് ദ സ്കൂൾ ഓർ ചിൽഡ്രൻ. ടീച്ചേഴ്സ് ആണ് ഒരു പ്രവർത്തിക്കുള്ള എല്ലാ ദൃഢനിശ്ചയം എടുക്കാനും കുട്ടികൾക്ക് 1ാം സ്ഥാനം അല്ലെങ്കിൽ ക്വാളിറ്റി എന്ന് നമുക്ക് ഇതിൽ നിന്ന് പറയാൻ പറ്റും. An intellectually and morally superior band of teachers will certainly turn out better qualified students. ഇന്റലക്ച്വൽ ആയിട്ടും മോറലായിട്ടും ഒരു സുപ്പീരിയർ ബാൻഡ് ആണ് ടീച്ചർ എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും.
പിന്നെ the charisma of teachers are given the top priority for quality, qualification and consistency. മറ്റുള്ളവരുമായിട്ടുള്ള പൊരുത്തങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഓരോ നിയമനങ്ങൾക്ക് ധാർമ്മിക ഗുണങ്ങൾക്ക് ഇതിനെല്ലാം ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു കരിഷ്മയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, അപ്പോൾ റോൾ ഓഫ് ദി ടീച്ചർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കുട്ടികളുടെ ഇമോഷണൽ ആ ഒരു സ്റ്റെബിലിറ്റി കൊടുക്കാനായിട്ട് അധ്യാപകർക്ക് എന്തൊക്കെ സഹായിക്കാനാകും എന്നതാണ് നമ്മളിവിടെ പറയുന്നത്. 2 പോയിന്റ്സും കുട്ടികൾ എത്രത്തോളം നമ്മളെ ഇമോഷണലി, അതായത് അധ്യാപകർ എങ്ങനെ വൈകാരികമായിട്ടുള്ള അവരുടെ ആ നിമിഷങ്ങളെ എത്രത്തോളം സപ്പോർട്ടീവ് ആയിട്ട് കൊടുക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 8 പോയിന്റ്സ് ആണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ എന്താണ്? ഫിസിക്കൽ വീക്ക്നെസ്, ഡിഫോർമാറ്റീസ്, ഇൽനെസ് എക്സെട്ര. If any should be recognized, that time of school entrance and medical aid should be made available for the children. അതായത് എന്തെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ വീക്ക്നെസ്സോ ഡിഫോർമാലിറ്റീസ് വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ് നമ്മൾ ആദ്യം തന്നെ തിരിച്ചറിയുന്നത് ആ സ്കൂൾ എൻട്രൻസ് ടൈമിൽ തന്നെ അധ്യാപകർക്ക് തിരിച്ചറിയുന്നു. പിന്നീട് എത്രയും പെട്ടെന്ന് എന്താണ് അവന് എത്രയും പെട്ടെന്ന് ഒരു മെഡിക്കൽ എയ്ഡ് ആണ് കൊടുക്കുന്നത്. അത് അധ്യാപികയുടെ ഒരു റോൾ തന്നെയാണ്. സെക്കൻഡ് പോയിന്റ് എന്താണ്? ടീച്ചർ ഷുഡ് ട്രൈ ടു find active cooperation with the operation of parents in making the atmosphere of the home suitable for active emotion development. അധ്യാപകരും പാരന്റ്സും തമ്മിൽ എന്താണ് മാതാപിതാക്കളും തമ്മിലൊരു എന്ത് ബന്ധമുണ്ടായിരിക്കണം? ഒരു സഹകരണം കണ്ടെത്താനായിട്ട് ഒരു കോപ്പറേഷൻ ഉണ്ടായിരിക്കണം അല്ലെ? എങ്കിൽ മാത്രമേ അവന് തന്റെ കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അധ്യാപകന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. എങ്കിൽ മാത്രമേ അവന് വീട്ടിൽ എത്രത്തോളം ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റിയാണ് കുട്ടിക്ക് കിട്ടുന്നതെന്നൊക്കെ അറിയണമെങ്കിൽ എന്താണ് പാരന്റ്സുമായിട്ടൊരു നല്ലൊരു കോർപ്പറേഷൻ അധ്യാപകർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, തേർഡ് പോയിന്റ് എന്താണ്? The interpersonal relationship in school should be such that it should be provide emotional security and a sense of belongingness to children. എന്താണ്? അതായത് സ്കൂളുകളിലെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് മറ്റു വ്യക്തിബന്ധങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ? നമ്മള് സ്കൂളിൽ എന്താണ് അധ്യാപകരും കുട്ടികളും മാത്രമല്ല അല്ലെ, അവർക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, മറ്റ് അനധ്യാപകരായിട്ടൊക്കെ എന്താണ് റിലേഷൻഷിപ്സ് ഉണ്ടായിരിക്കും. അപ്പൊ സ്കൂളിൽ നിന്ന് കുട്ടികൾക്ക് എന്ത് കിട്ടുന്നു? ഒരു വൈകാരികമായിട്ടൊരു സുരക്ഷിതത്വബോധം കിട്ടുന്നില്ല. അവിടെ തന്നെ അറിയുന്ന ആൾക്കാരാണ്, തന്റെ ഫ്രണ്ട്സ് ആണ്, തന്റെ ടീച്ചേഴ്സ് ആണ്, തന്റെ ഒരു സ്കൂൾ ചുറ്റുപാടാണെന്നുള്ളത് അവനൊരു എന്താണ് ഒരു വൈകാരികമായിട്ടൊരു സുരക്ഷിത ഇമോഷണൽ സെക്യൂരിറ്റി ആണ് കുട്ടിക്ക് കൊടുക്കുന്നത്. ഓക്കെ, then provide diverse co-curricular activities. അവർക്ക് വൈവിധ്യമായിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുന്നത് വഴി എന്താണ് കുട്ടികളിലെ പെൻഡപ്പ് ഇമോഷണൽ എനർജീസിനെയൊക്കെ നമുക്ക് പുറത്തു കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഉള്ളിൽ ഒതുങ്ങി കിടക്കുന്ന കുറച്ച് എനർജീസുകൾ ഉണ്ടായിരിക്കും, അതിനെയൊക്കെ പുറത്തു കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. പ്രോഗ്രസീവും ഡൈനാമിക് ആയിട്ടുള്ള ചൈൽഡ് സെന്റ് മെത്തേഡ് ടീച്ചിങ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെന്താണ് എല്ലാ കുട്ടികളും ആഗ്രഹിക്കുന്നത് അധ്യാപകർ എങ്ങനെയുള്ളവരായിരിക്കണം എന്നാണ്? ലവ് ആൻഡ് സിമ്പത്തി ഉണ്ടായിരിക്കണം അല്ലെ? കുട്ടികൾ അതാണ് ആഗ്രഹിക്കുന്നത്. അധ്യാപകർ എപ്പോഴും നമ്മളോട് സ്നേഹത്തോടുകൂടി സിമ്പത്തിയോടുകൂടി പെരുമാറണം എന്നുള്ളൊരു ആഗ്രഹമായിരിക്കും എല്ലാ കുട്ടികൾക്കും ഉണ്ടായിരിക്കുക. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കോ? പേജ് നമ്പർ PDF എനിക്ക് കാണാൻ പറ്റില്ലല്ലോ. 47 കേട്ടോ. ഇമോഷൻസ് അവർ പഠിപ്പിക്കുന്നില്ല, സ്വമേധയാ കുട്ടികൾ പഠിക്കുന്നതാണ്. ഇമോഷൻസ് ആർ കോട്ട്, ദേ ആർ നോട്ട് ടോട്ട്. Then provide moral education in all groups അല്ലെ? എല്ലാ കുട്ടികൾക്കും മോറൽ എഡ്യൂക്കേഷൻസ് കൊടുക്കുക. അതുപോലെ തന്നെ സെക്സ് എഡ്യൂക്കേഷൻസ് കൗമാരക്കാരായ കുട്ടികൾക്ക് കൊടുക്കുക. അതുവഴി എന്താണ് അവർക്ക് ഒരു ഇമോഷണൽ ബാലൻസും സ്റ്റെബിലിറ്റി ഒക്കെ ടോളറൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും. അതാണ് ഒരു അധ്യാപകന്റെ റോൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? റോൾ ഓഫ് ദ ടീച്ചർ കേൾക്കുന്നില്ലേ? മനസ്സിലായി മാം, മനസ്സിലായി. ഇനി നമുക്ക് സോഷ്യൽ ഡെവലപ്മെന്റ് ഡ്യൂറിങ് ഇൻഫാൻസി നോക്കാം. സോഷ്യൽ ഡെവലപ്മെന്റ് ഡ്യൂറിങ് ഇൻഫാൻസി, അതായത് ഇൻഫാൻസി പീരീഡിൽ എങ്ങനെയാണ് ഒരു സോഷ്യലി ആയിട്ട് മാറുന്നത്? സോഷ്യൽ ഡെവലപ്മെന്റ്, സാമൂഹ്യമായ വികസനം കുട്ടിയിൽ എങ്ങനെ സംഭവിക്കുന്നു എങ്ങനെയാണ് നോക്കാം. At birth, infants are not sociable. ജനിക്കുന്ന സമയത്ത് കുട്ടികൾ എന്താണ്? ഇൻഫാൻസ് ശിശുക്കൾ എങ്ങനെയാണ്? നോ സോഷ്യബിൾ ആണ് അല്ലെ? അവര് സോഷ്യബിൾ അല്ല. എപ്പോഴാണ് അവർ സോഷ്യബിൾ ആവുന്നത്? ഒരു സോഷ്യലൈസേഷൻ കുട്ടികൾ സംഭവിക്കുന്നത് എപ്പോഴാണ്?
at around the age of 6 weeks, ഏകദേശം 8 ആഴ്ചയ്ക്ക് ശേഷം, 6 ആഴ്ചയ്ക്ക് ശേഷം, a true social smile, smiling, infancy എന്ന് ആരാ? ഇൻഫാൻസ് ആരാണ്? സിലോൺ. എന്തോ നവജാത ശിശുക്കൾ അല്ലെ, ശിശുക്കൾ, കുട്ടികൾ, നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റേജ് ഇൻഫാൻസി സ്റ്റേജ്. അപ്പൊ 6 വീക്സ് ആവുന്ന സമയത്ത് ട്രൂ സോഷ്യൽ സ്മൈൽ ഇൻ റെസ്പോൺസ് ടു എ പേഴ്സൺ, കുട്ടി ഒരു 6 ആഴ്ചയ്ക്ക് ശേഷം എന്താണ് പുഞ്ചിരിക്കാൻ തുടങ്ങുന്നത് അല്ലെ. ഫസ്റ്റ് ആ ഒരു പേഴ്സണെ നോക്കി, അമ്മയോ അല്ലെങ്കിൽ അച്ഛനെ നോക്കിയിട്ടാണ് ആ കുഞ്ഞ് ഫസ്റ്റ് സ്മൈൽ, അവന്റെ ഫസ്റ്റ് സ്മൈല് അവിടെ കാണിക്കുന്നു. അവിടെയാണ് കുട്ടി എന്ത് ചെയ്യുന്നത്? And this is considered as a beginning of socialization. ഒരാളെ പരസ്പരം അവൻ കണ്ട് തിരിച്ചറിഞ്ഞ് സ്മൈൽ ചെയ്യുന്നു അല്ലെ, ചിരിക്കാൻ തുടങ്ങുന്നു. ആ സമയത്താണ് കുട്ടിയിൽ എന്ത് നടക്കുന്നു എന്നാണ് പറയുന്നത്? അവനൊരു സോഷ്യലൈസേഷൻ ബിഗിനിങ് ചെയ്തു എന്ന് പറയുന്നത് അല്ലെ. ഒരു സമൂഹത്തിലൊരു ഒരു വ്യക്തിയായി മാറി എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, അത് ഏതൊരു സമയത്താണ്? കുഞ്ഞ് ജനിച്ചപ്പോഴല്ല അല്ലെ. കുഞ്ഞ് ജനിച്ച് ഒരു 6 ആഴ്ച കഴിഞ്ഞതിന് ശേഷം അവൻ ആദ്യമായി ഒരാളെ നോക്കി ചിരിക്കുന്നു. അവിടെയാണ് ആ കുട്ടിയിലെ സോഷ്യലൈസേഷൻ സംഭവിക്കുന്നത്. ട്രൂ സോഷ്യൽ സ്മൈൽ, ഒരാളെ നോക്കിയൊരു പുഞ്ചിരിയാണ് കുഞ്ഞ് പുറപ്പെടുവിക്കുന്നത് അല്ലെ. അവന്റെ അപ്പിയേഴ്സിൽ അതാണ് കാണിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് കൺസിഡർഡ് ആസ് ദ ബിഗിനിങ് ഓഫ് സോഷ്യലൈസേഷൻ. അവിടെ സോഷ്യലൈസേഷൻ ഒരാളെ ആരംഭിക്കുന്നു. Okay. Then 2 to 3 months, infants can identify people from inanimate objects. Inanimate objects തന്നെയാണോ കിടക്കുന്നത് നിങ്ങളുടെ ടെക്സ്റ്റിൽ? എങ്ങനെയാണോ ടെക്സ്റ്റ് വായിച്ചോ? നിർജീവമായിട്ടുള്ള വസ്തുക്കൾ എന്ന് വെച്ചാൽ എന്താണ്? അവരുടെ ടോയ്സസ്, കളിപ്പാട്ടങ്ങളൊക്കെ അല്ലെ. ഓക്കെ, inanimate objects recognize its mother and are unhappy on separation. ഒരു 2-3 മാസം ആവുമ്പോ കുട്ടികൾ എന്താണ് ഐഡന്റിഫൈ ചെയ്തെന്നാണ് പറയുന്നത്? എന്തിനാണ് തിരിച്ചറിയുന്നത് കുട്ടികള്? മാം ആ വേർഡ് ആനിമേറ്റ് എന്നാണോ ഇനാമിനേറ്റ് എന്നാണോ? ഇനാനിമേറ്റ് ഒബ്ജക്ട്സ്, നിർജീവമായിട്ടുള്ള വസ്തുക്കള്. INANIMATE ആണോ മാം? എന്തോ INANIMATE. താങ്ക് യു മാം. സോറി, ഇനാനിമേറ്റ് കേട്ടോ, ഇനാനിമേറ്റ് ആണ്. ഇനാനിമേറ്റ് ഒബ്ജക്ട്സ്, നിർജീവമായിട്ടുള്ള വസ്തുക്കള്. അതായത് ജീവനില്ലാത്ത വസ്തുക്കൾ എന്ന് പറയുമ്പോൾ എന്താണ്? അവരുടെ പാവ, അവരുടെ ടോയ്സ് അല്ലെ. അതിനൊക്കെ കാണുമ്പോൾ എന്താണ് കുഞ്ഞത് ഐഡന്റിഫൈ ചെയ്യുന്നു ഏതൊരു പ്രായത്തില്? 2-3 മാസം ആവുന്ന സമയത്ത്. Then recognize its mother and അമ്മയെ തിരിച്ചറിഞ്ഞു. Then are unhappy on separation. അമ്മ ഇല്ലാത്തൊരു സമയത്ത് എന്താണ്? അമ്മ ഇല്ലാത്തൊരു സമയത്തും കുഞ്ഞ് എന്ത് പറയുന്നു? അമ്മ ഇല്ലാത്ത സമയത്ത് എങ്ങനെയാണ് കുഞ്ഞ് അൺഹാപ്പി ആകുന്നു അല്ലെ. അതൊക്കെ കുഞ്ഞ് തിരിച്ചറിയുന്ന ആ ഒരു സമയമാണ്. നിർജീവമായിട്ടുള്ള വസ്തുക്കൾ അറിയുന്നു, അമ്മയെ തിരിച്ചറിയുന്നു. ദെൻ അമ്മ ഇല്ലാത്ത സമയവും അവന് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും അല്ലെ. അമ്മ ഇല്ലാതിരിക്കുമ്പോഴല്ലേ കുട്ടികൾ കരയുന്നത്? അമ്മ അടുത്തില്ല എന്നുള്ളത് ആ സെപ്പറേഷൻ കുട്ടികൾക്ക് ഫീൽ ചെയ്യും അല്ലെ. അവർക്കത് മനസ്സിലാവും. 2-3 മാസം പ്രായമുള്ള കുട്ടികള് അമ്മയുടെ ആ ഒരു സെപ്പറേഷൻ തിരിച്ചറിയുന്ന ഒരു സമയമാണ്. ഓക്കെ, 2 to 3 months, infants can identify people from inanimate objects and recognize its mother and are unhappy on separation. Then 4th point എന്താണ്? 4 to 5 months, ഇനി 4 മുതൽ 5 മാസം ആവുന്ന സമയത്ത് എന്താണ്? They react differently to scolding and to smiling faces and to friendly and to angry words. ഇനി 4-5 മാസം ആവുന്ന സമയത്ത് എന്താണ്? കുട്ടികള് ഡിഫറെന്റ് ആയിട്ട് റിയാക്ട് ചെയ്യാൻ തുടങ്ങും അല്ലെ. നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെ കുട്ടികളൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അല്ലേ. ഒരു 4-5 മാസം ആകുന്ന സമയത്ത് കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. എങ്ങനെയായിരുന്നു? ഡിഫറെന്റ് സ്കോൾഡിങ് ആൻഡ് സ്മൈലിംഗ്. സ്കോൾഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? വഴക്ക് പറയുക. വഴക്ക് പറയുന്നു. വഴക്ക് പറയുന്നു. കുട്ടികൾ വഴക്ക് പറയോ?
ദേഷ്യത്തോടെ എന്താണ് ആ സൗണ്ട്? ദേഷ്യത്തോടെ ഒരു റിയാക്ഷൻ കാണിക്കുന്നു അല്ലെ. ആ പിന്നെന്താണ് ടു സ്മൈലിംഗ്, ചിരിക്കുന്നു, ടു സ്മൈലിംഗ് ഫേസസ് ആൻഡ് ടു ഫ്രണ്ട്ലി ആൻഡ് ആംഗ്രി വോയിസസ്. എന്താണ് ദേഷ്യപ്പെടുകയും ചിരിക്കുകയും അതുപോലെ തന്നെയാണ് സൗഹൃദപരമായിട്ടും പെരുമാറും. അതുപോലെ തന്നെ ദേഷ്യത്തോടുള്ള ഒരു വോയിസസ് ഒക്കെ ദേഷ്യത്തിലൊക്കെ അവർ സംസാരിക്കുകയൊക്കെ ചെയ്യും. ഏത് പ്രായമാകുമ്പോൾ ഒരു 5 മാസം ആവുന്ന സമയത്ത് അവരുടെ ആക്ഷൻസിലൂടെയും അല്ലെങ്കിൽ ആ ഒരു എന്താണ് ആ ബോഡി സ്ട്രക്ചറിൽ നിന്ന് നമുക്കത് മനസ്സിലാകും. കുട്ടികള് എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള ഇമോഷൻസ് ആ ഒരു സമയത്ത് കുട്ടികൾ കാണിക്കില്ല. ദേഷ്യം, വാശി, സങ്കടം, അതുപോലെ തന്നെ ഹാപ്പി ആയിട്ടുള്ള ഫീലിങ്സ് ഒക്കെ ഒരു 4-5 മാസം ആകുമ്പോഴാണ് ഇതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് കുട്ടികൾക്ക് കാണാൻ സാധിക്കും. അവിടെയൊക്കെ കുട്ടികളുടെ സോഷ്യലൈസേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആദ്യം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? കുഞ്ഞ് ആദ്യം ഒരു പേഴ്സണെ നോക്കി ചിരിക്കുന്നു അല്ലെ, അമ്മയെ നോക്കി പുഞ്ചിരിക്കുന്നിടത്ത് കുഞ്ഞ് എന്തായി, അവനൊരു സോഷ്യലൈസേഷൻ സംഭവിച്ചു. പിന്നീട് അങ്ങോട്ടുള്ള മാസങ്ങളില് എന്താണ് ഓരോ കാര്യങ്ങളും കുഞ്ഞ് തിരിച്ചറിയുന്നതിനനുസരിച്ചാണ് എന്ത്, അതായത് പുറത്തുള്ള കാര്യങ്ങളെല്ലാം അവൻ തിരിച്ചറിയുമ്പോൾ അവനിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, സോഷ്യൽ ഡെവലപ്മെന്റ്, സാമൂഹ്യമായിട്ടുള്ള വികസനം സംഭവിക്കുന്നുണ്ട്. ദെൻ ഒരു 4-5 മാസം ആവുന്ന സമയത്താണ്, അല്ല 2-3 മാസം ആവുന്ന സമയത്താണ് അവൻ ഒബ്ജക്ട്സുകളെ തിരിച്ചറിയുന്നതും അമ്മയെ കറക്റ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നതും പിന്നെ എന്താണ് അമ്മയുടെ ആ സപ്രഷൻ കുട്ടി മനസ്സിലാക്കുന്നത്. ദെൻ 4-5 മാസം ആവുന്ന സമയത്ത് അവന് ഡിഫറെന്റ് ആയിട്ടുള്ള എന്താണ് റിയാക്ഷൻസ് കാണിക്കും. പല രീതിയിൽ റിയാക്ട് ചെയ്യാൻ പറ്റും. ദേഷ്യം കാണിക്കും, പിന്നെന്താണ് സ്മൈൽ ചെയ്യും, അതുപോലെ ആംഗ്രി വോയിസിലേക്ക് കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങും. ഇനി ഒരു 6-7 മാസം ആവുമ്പോൾ എന്താണ്, 6-7 മാസം ആവുന്ന സമയത്ത് നോർമലി അത് നോക്കാതെ ഒന്ന് പറഞ്ഞിരുന്നില്ല. 6-7 മാസം ആവുന്ന സമയത്ത് കുട്ടികൾ എങ്ങനെയാണ് പുറത്തുനിന്ന് വരുന്ന ആൾക്കാരൊക്കെ അറിയാൻ അറിയുന്നവരെയും തുടങ്ങും, അതായത് അറിയാത്തവരെയൊക്കെ സ്ട്രേഞ്ചേഴ്സിനൊക്കെ. സ്ട്രേഞ്ചർ ആയി. ഒരാളൊന്ന് വായിച്ചേ അത്. 6 to 7 months there is distinguish between friends and strangers by smiling at the former and showing fear in the presence of the later. Okay. Yes. 6 to 7 months ആവുന്ന സമയത്ത് എന്താണ് babies distinguish between friends and strangers by smiling at the former and showing fear in the presence of the later. എന്താണ് 6-7 മാസം ആവുമ്പോ കുട്ടി എന്ത് ചെയ്യുന്നു, അപരിചിതരെ തിരിച്ചറിയുന്നു അല്ലെ, സ്ട്രേഞ്ചേഴ്സിനെ തിരിച്ചറിയുന്നു. തിരിച്ചറിയുന്ന സമയത്ത് കുട്ടികൾ എന്താണ് തന്റെ ചുറ്റുമുള്ള ആളല്ലാന്ന് കുഞ്ഞ് തിരിച്ചറിയുമ്പോൾ ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആയിരിക്കും കുട്ടി കാണിക്കുന്നത്, എങ്ങനെയായിരിക്കും അവർ കാണിക്കുന്നത്? കരയും. കുട്ടികൾ കരയും. ചില കുട്ടികൾ എങ്ങനെയായിരിക്കും, ചില കുട്ടികൾ എന്തെങ്കിലും തരത്തിലുള്ള ആക്ഷൻസ് കാണിക്കാൻ, എന്തെങ്കിലും തരത്തിൽ ചിലപ്പോ എന്താ പേടിച്ച് വിറച്ച് നോക്കുക, അല്ലെങ്കിൽ വളരെയധികം പരിഭ്രമം കാണിക്കില്ല, അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് ചിലപ്പോ മുറിയിലെ ഒരു ഭാഗത്തൊക്കെ ഒതുങ്ങിയിരിക്കില്ല, അങ്ങനെയൊക്കെ ചിലപ്പോ കാണിക്കും. എന്ത് നടക്കുന്ന സമയത്ത്, സ്ട്രേഞ്ചേഴ്സിനെ കാണുന്ന സമയത്ത് അല്ലെ, അപരിചിതരെ കാണുന്ന സമയത്ത് കുട്ടിയിൽ ഉണ്ടാവുന്ന ആ ഒരു വികാരം കാണാൻ എന്താണ് ഭയം എന്നൊരു വികാരമാണ് കുട്ടിയിൽ ആദ്യം തന്നെ അത് രൂപപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അവൻ എന്താണ് ആ ഒരു സമയത്ത് അതായത് സ്ട്രേഞ്ചർ ആണെന്ന ആ ഒരു അതവൻ തിരിച്ചറിയണം. ആ ഒരു മൊമെന്റ് മുന്നിൽ തിരിച്ചറിയുന്ന സമയത്താണ് അവനിൽ എന്തുണ്ടാവുന്നത്, ഭയം ഉണ്ടാവുന്നു. ഇത്രയും പെട്ടെന്ന് ആ ഒരു പ്ലേസിൽ നിന്ന് മാറാനായിരിക്കും കുഞ്ഞ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, സ്ട്രേഞ്ചേഴ്സിനെ കാണുന്ന സമയത്ത് കുട്ടികൾ ചിരിക്കോ? സ്ട്രേഞ്ചേഴ്സിനെ കാണുന്ന സമയത്ത് ഇല്ല. ചിരിക്കില്ല. ഓക്കെ, ഇനി 8-9 മാസം ആവുന്ന സമയത്ത് എന്താണ്, baby tries to imitate the speech, gestures and simple acts of others. എന്താണ് 8-9 മാസം അല്ലെ, 8 to 9 months baby try to imitate the speech. Imitate the speech എന്ന് പറഞ്ഞാൽ എന്താണ്,
യെസ്, ഇവിടെ ഇയാൾ പറഞ്ഞ കറക്റ്റ് ആണ്. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഷോയിങ് ഫിയർ എന്നുള്ളതിന് എഫ് വന്നിട്ടില്ല കേട്ടോ. എഫ് മിസ്സിംഗ് ആണ്, അവിടെ നിന്ന് നോട്ട് ചെയ്യണേ. ഏത് പോയിന്റ് മാം? ഫിഫ്ത് പോയിന്റില് ഫിഫ്ത് പോയിന്റ് അത് വായിച്ചു നോക്കി. അവിടെ ഏതെങ്കിലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ നോക്കി. ഷോയിങ് presence of the letter അല്ല, ഷോയിങ് ഫിയർ in the presence. Presence of the later ശരിയാണോ മാം? എന്തോ Presence of the later. എന്താണ് മനസ്സിലായില്ല? Presence of the later തന്നെയാണോ? പ്രസൻസ് ഓഫ് ദ ലെറ്റർ തന്നെയാണ് ടെക്സ്റ്റിൽ എടുക്കുന്നത്. നിങ്ങളുടെ അങ്ങനെയല്ലേ? അല്ല ചോദിക്കുക. ഷോയിങ് ഫിയർ ഇൻ ദ പ്രസൻസ് ഓഫ് ലേറ്റർ എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ആളെ കണ്ടതിന് ശേഷമല്ലേ കുഞ്ഞ് കാണിക്കുന്നത് ആ ഒരു പേര്. ഓക്കെ മാം. ഓക്കെ. ഇനി 9 മാസം ആവുന്ന സമയത്ത് കുഞ്ഞ് ഇമിറ്റേറ്റ് ചെയ്യുന്നു അല്ലെ? എന്താണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്? സ്പീച്ച് ഇമിറ്റേറ്റ് ചെയ്യുന്ന ജസ്റ്റേഴ്സ്, സിമ്പിൾ ആക്ട്സ്. സ്പീച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന അച്ഛനോ അമ്മയോ മുത്തശ്ശിയോ പറയുന്ന എന്തെങ്കിലും വേർഡ്സുകൾ കുട്ടി അത് ക്യാച്ച് ചെയ്തിട്ട് എന്താണ് അത് പറയാൻ ശ്രമിക്കുന്നു അല്ലെ? അച്ഛൻ പറയുന്നത് പോലെ അല്ലെ അമ്മ പറയുന്നത് പോലെ എന്തെങ്കിലും ചിലപ്പോ ഒരു ചെറിയൊരു വാക്കായിരിക്കാം അല്ലെ, അല്ലെങ്കിൽ അതവൻ ഏറ്റെടുത്ത് ഇമിറ്റേറ്റ് ചെയ്ത് പറയാൻ നോക്കും. ജസ്റ്റേഴ്സ് ആംഗ്യങ്ങൾ കാണിക്കും അല്ലെ? എന്തെങ്കിലും തരത്തിലുള്ള ആംഗ്യങ്ങൾ കാണിക്കും. അതൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്നു. ആംഗ്യം മനസ്സിലായില്ലേ? കുട്ടി ചിലപ്പോ എന്തെങ്കിലും ആംഗ്യം എന്ന് പറയുമ്പോ എന്താ കാണിച്ച എക്സാമ്പിള്? ടാറ്റയൊക്കെ തരത്തില്ലേ? ടാറ്റ തരാൻ പറയാമോ? കാക്ക പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ പൂച്ച അങ്ങനെ എന്തെങ്കിലും കാണുന്ന സമയത്ത് ക്ലാപ്പ് ചെയ്യാൻ പറയാം. പറയോ? പിന്നെ കണ്ണ് പൊത്താൻ ഫ്ലൈയിങ് കിസ് കൊടുക്കില്ല. കണ്ണ് പൊത്തി കളിക്കില്ലേ കുട്ടികള്? പിന്നെ നോസ് ഏതാണ്, മൂക്ക് ഏതാണ്, അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഒരു രീതിയിൽ അതൊക്കെ കാണിക്കും. മറ്റുള്ളവർ ചെയ്യുന്ന ചെറിയ ആക്ഷൻസ് ഒക്കെ നോക്കിയിട്ട് ഇവരും അതുപോലെയൊക്കെ കാണിക്കാനായിട്ട് ശ്രമിക്കും. അത് 8-9 മാസം ആവുന്ന സമയത്താണ് അങ്ങനെ അത്തരത്തിലുള്ള മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടാവുന്നത്. ഓക്കെ. 12 മാസം ആവുമ്പോഴാണ് എന്തോ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ആ നമ്മൾ ഈ തീരെ പൊടി കുഞ്ഞുങ്ങളെ നമ്മളെ കാണുമ്പം ചിരിക്കില്ല എന്ന് പറഞ്ഞില്ലേ? അവര് ഈ ഉറക്കത്തില് ചില കുഞ്ഞുങ്ങൾ ചിരിക്കും. അത് ഞാൻ പറയാൻ കാര്യം, എനിക്ക് കുഞ്ഞുങ്ങളില്ല. ഇനി അതുകൊണ്ട് എനിക്ക് തോന്നുന്നാണോന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ റിലേറ്റീവ്സിന്റെ ഒക്കെ ആ കുഞ്ഞുങ്ങളുടെ അടുത്ത് നമ്മൾ ചെന്നിട്ട് നമ്മളെ കാണുമ്പോഴേ ചിരിക്കും. ഇങ്ങനെ നമ്മളെ അടുത്ത് ശരീരം കൊണ്ട് ഇങ്ങനെ ഇളകി കാണിക്കും നമ്മൾ എടുക്കുന്നുള്ള രീതിയില്. നമുക്കൊരു സന്തോഷം തോന്നുന്ന രീതിയിൽ അതുങ്ങള് പ്രതികരിക്കാറുണ്ട്. അങ്ങനെ ശരിയാണ് പറഞ്ഞത്. അത് കുറച്ച് കുട്ടികളെ മാത്രം ആ കാറ്റഗറിയിൽ ഉണ്ടാവുള്ളൂ അല്ലെ? എന്നാലും ഇവിടെ തിയറി ബേസ് നോക്കുമ്പോൾ അങ്ങനെയാണ് പറയുന്നത് അല്ലെ? സ്ട്രേഞ്ചേഴ്സിനെ ശരിയാണ് അല്ലെ? നമ്മള് ചില കുട്ടികൾ ഭയങ്കര പേടിയൊന്നും ഉണ്ടാവില്ല. ഒന്നിനെയും പേടിയില്ലാത്ത കുട്ടികൾ ഉണ്ടായിരിക്കും. ഭയങ്കര ഫ്രീ ആയിട്ട് നമ്മൾ കൈ കാണിക്കുമ്പോൾ തന്നെ അവര് വരും നമ്മളുടെ അടുത്ത്. ഇപ്പൊ ഒരു വെണ്ണയോ ത്രിമധുരോ ഒക്കെ കഴിച്ചിട്ട് നമ്മൾ തൊഴുതോണ്ട് നിൽക്കുവാണെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് അതിങ്ങനെ പിടിച്ചു വരച്ച് മേടിക്കുന്ന പോലെ കുഞ്ഞുങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ കൊടുത്തിട്ടുമുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് വരുമ്പോ നമുക്കങ്ങ് ഭയങ്കര സന്തോഷമാണോ എന്താണെന്നറിയില്ല. കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കും, തീരെ അമ്മയുടെ ഒക്കെ കയ്യിലിരിക്കുന്ന കുഞ്ഞുങ്ങള് നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കത് ഭയങ്കര ബ്ലെസ്സിങ്സ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. നമുക്ക് ഒരെണ്ണം ഇല്ല, അപ്പം അങ്ങനെ ഒരു കുഞ്ഞ് മേടിക്കുമ്പോ ശരിയാണ്. ശ്രീജ പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടോ. അങ്ങനെ ഉണ്ട് കുട്ടികളെ നമ്മളെ നോക്കി ചിരിക്കും അല്ലെ? നമ്മളെ നോക്കി ചിരിക്കും. അവരുടെ ബോഡി ഇട്ട് ഇങ്ങനെ ഇളക്കി കാണിക്കും നമ്മൾ എടുത്തോന്നുള്ള രീതിയിൽ. ശരിയാണ്. ഓക്കെ മാം. ഓക്കെ. ഇനി 12 months എന്താണ്? The baby reacts to the warning no. എന്താണ് അങ്ങനെ പറയാൻ? 12 മാസം ആകുമ്പോ കുട്ടി എന്താണ്? ഇല്ല എന്നൊരു മുന്നറിയിപ്പ് നൽകോ? എന്ത് പറഞ്ഞാലും എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്? നോ പറഞ്ഞു തുടങ്ങുന്നത് അവര് കളിക്കാൻ തുടങ്ങും. അതേപോലെ നമ്മളോട് പ്രതികരിക്കാൻ തുടങ്ങും.
നമ്മളോട് പ്രതികരിക്കും അല്ലെ, നമ്മളെ വഴക്ക് പറയാൻ തുടങ്ങും. അതെ അതെ. ഓക്കെ. ആഹാരം കൊടുക്കുമ്പോൾ വേണ്ടെന്ന് പറയും. പിന്നെ അവരിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവർക്കൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നും. അപ്പൊ അവരത് നമ്മൾ മാറ്റി നിർത്തും. നിർത്തും. ആ ഒരു പരിസരത്തേക്ക് അടുപ്പിക്കില്ല, വേണ്ടാന്ന് അതെ പറയും. ഓക്കെ. അപ്പൊ അതെ 12 മാസം എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഏകദേശം 1 വയസ്സായല്ലേ. 1 വയസ്സാകുന്ന സമയത്താണ് അത്തരത്തിലുള്ള ആ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കാൻ തുടങ്ങുന്നത്. വെരി ഗുഡ് സിനി. എതിർപ്പുകൾ പ്രകടിപ്പിക്കുന്നത്, നോ പറഞ്ഞു തുടങ്ങുന്നത് ആ ഒരു 12 മാസം ആവുന്ന സമയത്താണ്. ഓക്കെ. യെസ്. അപ്പോ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? സോഷ്യൽ ഡെവലപ്മെന്റ് ഡ്യൂറിങ് ഇൻഫാൻസി. അതായത് ആ ഒരു ഇൻഫാൻസി പീരീഡിൽ, അതായത് 2 ബാബകളൂടെ കളിക്കുന്നുണ്ടല്ലോ, അശ്വിനി വിജേഷ്. വീഡിയോ ഓൺ ആയിരുന്നിട്ടാ. ഓക്കെ. അതായത് ആ ഒരു ശിശുക്കളുടെ ആ ഒരു സമയത്ത് അല്ലെ, ശിശുക്കളുടെ ആ ഒരു സാമൂഹ്യമായ വികസനം നടക്കുന്ന കുറച്ച് സ്റ്റേജസ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. അപ്പൊ എവിടെ തുടങ്ങിയാണ് കുഞ്ഞിന് അത് സംഭവിക്കുന്നത്? അറ്റ് ബർത്ത് സ്റ്റേജിലാണോ? അല്ല അല്ലെ. അറ്റ് ബർത്ത് സ്റ്റേജില് ഇൻഫാൻസ് ആർ നോട്ട് സോഷ്യബിൾ. കുട്ടികളോട് ആ ഒരു സമയത്ത് ഒരു സാമൂഹ്യജീവി ആയിട്ടില്ല. എപ്പോഴാണ് അവനൊരു സോഷ്യബിൾ ആയി മാറുന്നത്? സോഷ്യൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് സ്റ്റാർട്ടിങ് എപ്പോഴാണ്? 6 weeks കഴിയുമ്പോൾ. ഏതു 6 weeks, around 8 or 6 weeks, a true social smile appears. അല്ലെ, സ്മൈൽ ഇൻ റെസ്പോൺസ് ടു എ പേഴ്സൺ. ഒരാളെ നോക്കി, അമ്മയെ നോക്കി കുഞ്ഞ് പുഞ്ചിരിക്കുന്ന സമയത്താണ് അവരുടെ സോഷ്യലൈസേഷൻ ബിഗിൻ ചെയ്യുന്നത്. ഓക്കെ. പിന്നീട് അങ്ങോട്ട് ഓരോ സ്റ്റെപ്സും, ഓരോ മാസങ്ങൾ, ഓരോ മന്ത് കഴിയുന്നതിനനുസരിച്ച് അവരിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ആ സാമൂഹ്യമായിട്ടുള്ള വികസനം കുട്ടിയിൽ സംഭവിക്കുന്നുണ്ട്. അപ്പൊ 2-3 മാസം ആവുന്ന സമയത്താണ് എന്ത് തിരിച്ചറിയുന്നത്? ഐഡന്റിഫൈഡ് ഒബ്ജക്ട്സുകൾ അല്ലെ. ഐഡന്റിഫൈ ഇനാനിമേറ്റ് ഒബ്ജക്ട്സ്, നിർജീവമായിട്ടുള്ള വസ്തുക്കളെ കുഞ്ഞ് തിരിച്ചറിയുന്നു, അമ്മയെ റെക്കഗ്നൈസ് ചെയ്യുന്നു. അമ്മയില്ലാത്ത ഒരു സമയം കുഞ്ഞിനെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നതൊക്കെ സോഷ്യൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടാണ്. ഓക്കെ. ദെൻ 4-5 മാസം ആവുന്ന സമയത്തോ റിയാക്ട് differently to scolding and to smiling faces and to friendly and to angry voices. കുട്ടികളില് 4-5 മാസം ആവുന്ന സമയത്ത് സോഷ്യൽ ഡെവലപ്മെന്റ് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഡിഫറെന്റ് ആയിട്ടുള്ള റിയാക്ഷൻസിലൂടെ അല്ലെ. 4-5 മാസം ആവുന്ന സമയത്താണ് ഡിഫറെന്റ് റിയാക്ഷൻസിലൂടെയാണ് കുട്ടികളിൽ എന്ത് സംഭവിക്കുന്നത്? സോഷ്യൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. എന്തൊക്കെ റിയാക്ഷൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? സ്കോൾഡിങ്, സ്മൈലിംഗ്, ആംഗ്രി, ഫ്രണ്ട്ലി, അങ്ങനെ പല പല റിയാക്ഷൻസ് കുഞ്ഞില് ആ ഒരു സമയത്ത് കടന്നു പോകുന്നു. ഓക്കെ. ഇനി 6 to 7 months ആവുമ്പോൾ എന്താണ്? സ്ട്രേഞ്ചേഴ്സിനെ തിരിച്ചറിയണം, അപരിചിതരെ തിരിച്ചറിയുവാനും കുഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ഫീലിംഗ് മനസ്സിലാക്കി എന്താണ് ആ കുഞ്ഞിൽ ആ ഒരു ഭയം ഉൾപ്പെടുന്നതൊക്കെ ഏത് സ്റ്റേജിലാണ്? 6 മുതൽ 7 മാസം വരെയുള്ള ഒരു സമയത്താണ്. ഓക്കെ. യെസ്. ഇനി 8-9 മാസം ആവുന്ന സമയത്ത് എന്താണ്? കുട്ടി ഇമിറ്റേറ്റ് ചെയ്ത്, സ്പീച്ച് ഇമിറ്റേറ്റ് ചെയ്യുന്ന, ട്രൈ ടു ഇമിറ്റേറ്റ് then gestures and simple acts of others. Okay. Then 12 months ആവുമ്പോൾ കുഞ്ഞ് റിയാക്ഷൻ ചെയ്യുന്നത് എന്താ? വാണിംഗ്, നോ എന്ന് പറയുന്ന ഒരു റിയാക്ഷൻസിലേക്ക്, അതായത് ഇല്ല എന്ന ഒരു എതിർപ്പ് അല്ലെ, ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചു തുടങ്ങുന്ന ഒരു സമയമാണ് ഒരു 12 മാസം ആവുന്ന സമയത്ത്. അപ്പൊ ആ ഒരു കാലയളവിലാണ് കുട്ടിയിൽ ആദ്യമായിട്ട് സാമൂഹ്യമായ വികസനം സംഭവിക്കുന്നത്, ഈ ഒരു 12 മാസം വരെയുള്ള കാലഘട്ടത്തിൽ. പിന്നീട് അങ്ങോട്ട് എന്താണ്? കുട്ടിയില് ഡെവലപ്മെന്റ് ഓൾറെഡി അങ്ങനെ നാച്ചുറൽ ആയിട്ട് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ. അപ്പൊ ഈ 7 സ്റ്റേജസും 7 ലെവലും നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഓക്കെ. Then moral development begins in 2nd year of a life in every context with attachments figures. During the preschool years, aged 3 to 6, children continue to be socialized to learn the values and behaviors expected by their family.
അതായത് കുട്ടികളുടെ മോറൽ ലൈഫ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് സമയത്താണെന്നാണ് പറയുന്നത്? സെക്കൻഡ് ഇയർ ഓഫ് ലൈഫ്. സെക്കൻഡ് ഇയർ ഓഫ് ലൈഫ് എന്ന് പറയുമ്പോൾ ഏത് ടൈമാണ്? പ്രീ സ്കൂൾ ഇയേഴ്സ് അല്ലെ? പ്രീ സ്കൂൾ ഇയേഴ്സിലെ കുട്ടികളില്, അതായത് ഒരു 3 to 6 years വരെയുള്ള ഒരു കാലയളവില് എന്താണ് പലതരത്തിലുള്ള പല ഇമോഷൻസ്, പല രീതിയിലുള്ള സിറ്റുവേഷൻസിൽ കൂടിയാണ് കുട്ടി കടന്നു പോകുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് ആരെയാണ്? അവിടെയാണ് ഏറ്റവും കൂടുതൽ സോഷ്യലൈസേഷൻ ഒക്കെ സംഭവിക്കുന്നതും കുട്ടികൾ പലതരത്തിലുള്ള ബിഹേവിയർ പഠിക്കുന്നതും പല വാല്യൂസ് ഒക്കെ മനസ്സിലാക്കുന്നതൊക്കെ ഈ ഒരു 3 മുതൽ 6 വയസ്സുള്ള ഒരു സമയത്താണ്. അവിടെ ഏറ്റവും കൂടുതൽ അവര് ആരിൽ നിന്നാണ്? ഫാമിലിയിൽ നിന്നാണ്, അവരുടെ കുടുംബത്തിൽ നിന്നുമാണ് അവർ നല്ല വാല്യൂസും ബിഹേവിയേഴ്സ് ഒക്കെ ആദ്യമായിട്ട് പഠിച്ചെടുക്കുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത്. ഓക്കെ, 3 to 6 years children continue to be socialized to learn the values and behaviors expected by their family. ഓക്കെ, നമ്മൾ പറയാറുണ്ട് നമ്മുടെ കുട്ടികള് നമ്മളെ കണ്ടാണ് പഠിക്കുന്നത്, നമ്മുടെ ചുറ്റുപാടിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന ആ ഒരു ബിഹേവിയറിൽ നിന്നൊക്കെയാണ് കുട്ടികൾ ഒബ്സർവ് ചെയ്ത് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടികൾ അവിടെ നിന്ന് ഫാമിലിയിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? എന്തൊക്കെയാണ് അവർ പഠിക്കുന്നത്? നെക്സ്റ്റ് പോയിന്റ് ഒന്ന് നോക്കിയേ, കണ്ടോ? ഷെയറിങ്, helping, playing together amicably, settling disputes with words, and restarting impulses are some of the behaviors children learn from attentive parents and other adults during the preschool years. അപ്പോൾ ഒരു പ്രീ സ്കൂൾ പീരീഡില് കുട്ടികൾ ഫാമിലിയിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നത്? ഷെയറിങ് എന്താണ്? ഷെയറിങ് പങ്കുവെക്കുക. എന്ത് പങ്കുവെക്കുക? ഇപ്പൊ നമ്മള് കുട്ടികൾ ഒരു സാധനം കഴിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൊടുത്ത് കഴിക്കണം എന്നുള്ള ആ ഒരു ഇത് അമ്മ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം ചെറുപ്പത്തിൽ തൊട്ടേ. സിബ്ലിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ആദ്യം ചേട്ടന് കൂടി കൊടുക്കണം അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കും അല്ലെ? അങ്ങനെയൊക്കെ കൊടുത്ത് അതൊരു ശീലമാക്കി എടുക്കും. അപ്പൊ അല്ലാതെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് മോൻ കാണണം. അച്ഛൻ അമ്മയ്ക്ക് കൊടുക്കുന്നു. അച്ഛനിപ്പോ ഒരു ആപ്പിള് കുറിച്ച് കഴിക്കുന്ന സമയത്ത് അച്ഛനൊരു പീസ് അമ്മയ്ക്ക് അമ്മയോട് കഴിക്കാൻ പറഞ്ഞു. അപ്പൊ കുഞ്ഞതൊക്കെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, കുഞ്ഞതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ദെൻ അപ്പൊ കുഞ്ഞിന് മനസ്സിലാവുന്നു. അപ്പൊ ഒരെണ്ണം എന്ത് കിട്ടിയാലും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും അല്ലെ? ഇന്ന സാധനം കിട്ടിയാൽ അത് ചേട്ടന് കൊടുക്കണം അല്ലെങ്കിൽ ചേച്ചിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ അത് സ്കൂളിലും കുട്ടികൾ അത് അനുവദിക്കും. കുട്ടികൾ അതേപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനൊക്കെ പഠിക്കും. എന്ത് സാധനങ്ങളാണെങ്കിലും പെൻസിലോ പേനയോ അല്ലെങ്കിൽ എന്താണെങ്കിലും കുഞ്ഞത് ആദ്യം പഠിക്കുന്നത് ഫാമിലിയിൽ നിന്നാണ്. അപ്പൊ കുഞ്ഞ് വീട്ടിലെ പല കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന സമയത്തായിരിക്കും എന്ത് ആ ഒരു ചുറ്റുപാടിൽ നിന്ന് വളർന്ന കുട്ടികളായിരിക്കും തന്റെ ഫ്രണ്ട്സിന് എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നത് അല്ലെ? അല്ലെങ്കിൽ എന്താണ് ചില കുട്ടികളുടെ വീട്ടിൽ അത് അവർ കണ്ട് വളരാത്ത കുട്ടികളാണെങ്കിൽ എന്താണ് ഒന്നും കൊടുക്കൊന്നുമില്ല. ചില കുട്ടികൾക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും, തന്റെ സാധനങ്ങളൊന്നും കൊടുക്കില്ല, അവരെ കൊണ്ട് എന്തും ദിപ്പിക്കില്ല. അതൊക്കെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന ഒരു ഇതായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ആ കുട്ടിയുടെ ഒരു സ്വാഭാവികമായ ഒരു രീതി ആയിരിക്കാം കൊടുക്കണ്ട എന്നുള്ളൊരു മൈൻഡ്. പക്ഷെ എന്നിരുന്നാലും കുട്ടികളെ ഷെയറിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് പഠിക്കുന്നത് ഫാമിലിയിൽ നിന്ന് തന്നെ അല്ലെ? ഫാമിലി മെമ്പേഴ്സിൽ നിന്ന് തന്നെയാണ്. ദെൻ ഹെൽപ്പിംഗ്. എന്താണ് ഹെൽപ്പിംഗ്? സ്കൂളിലൊക്കെ ആണെങ്കിൽ മറ്റുള്ള പിള്ളേർക്ക് ഇറേസർ കൊടുത്ത് സഹായിക്കണം, അങ്ങനെയൊക്കെ. പെൻസിൽ ഷെയർ ചെയ്യണം, അതൊക്കെ ഒരു ഹെൽപ്പിംഗ് ആണ്. വീട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ അവരെ നമ്മളെ സഹായിക്കുക. അതേപോലെ നമ്മൾ അടിച്ചു വാരുകയാണേലും നമ്മൾ അടിച്ചു വാരുകയാണെങ്കിൽ പോലും അവരത് ഇമിറ്റേറ്റ് ചെയ്യും. അത് എടുത്തോണ്ട് വന്ന് ചെയ്യുക, അതവർ പഠിച്ചു കഴിഞ്ഞു. ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് കളിക്കുമ്പോ പോലും നമ്മളൊരു കോഫി ഉണ്ടാക്കുന്നത് കണ്ടിട്ടായിരിക്കും ഇത് അമ്മ കോഫി നമുക്ക് തരിക. ഓ അവളും ചെയ്തു എന്നുള്ള അർത്ഥത്തില് ഇങ്ങനെ ഒരുപാടുണ്ട്. ഒരാ വയസ്സിൽ പഠിക്കുന്നത് പറഞ്ഞാൽ തീരില്ല, അത്രയുണ്ട്. Playing together amicably എന്ന് വെച്ചാൽ സൗഹാർദ്ദപരമായിട്ട് അല്ലെ? മാം അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണോ അതോ അതാണോ? അമിക്കബിളി എന്നാണ് അതിലുള്ളത്. ഓക്കെ മാം.
ഓക്കെ, പ്ലേയിങ് ടുഗദർ മീനിങ് എന്താണ്? സൗഹൃദപരമായിട്ട് പ്ലേയിങ് ടുഗദർ, അതായത് കുട്ടികളായിട്ട് ഒരുമിച്ച് നമ്മൾ സൗഹാർദ്ദപരമായിട്ട് കളിക്കുമല്ലേ, ഫ്രണ്ട്ലി ആയിട്ട് വളരെയധികം കുട്ടികളോട് ഇടപെടും, അവരുടെ കൂടെ കളിക്കും. അപ്പൊ എന്താണ്, കുട്ടികളത് ആഗ്രഹിക്കുന്നുണ്ട്, നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് കളിക്കാൻ. ഇപ്പൊ ബോൾ എറിഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ എന്താണെങ്കിലും നമ്മൾ പാരന്റ്സ് കൂടെ ഉണ്ടാവണം എന്നാണ് അവർക്ക് ആദ്യം ആഗ്രഹിക്കുന്നത് അല്ലെ. അവര് വിളിക്കും, അമ്മ വാ നമ്മുടെ കൂടെ കളിക്കാം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോകാറില്ലേ. അപ്പൊ ചെന്ന് കളിക്കണം എന്നാണ് പറയുന്നത് അല്ലെ. കുട്ടികളത് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അവരവിടെ നിന്നാണ്, നമ്മളിൽ നിന്നുമാണ് ആ ഒരു സൗഹൃദവും ആ ഒരു ഒരുമയും ഒക്കെ കുട്ടികൾ ആദ്യം മനസ്സിലാക്കുന്നത്. പ്ലേയിങ് ടുഗദർ amicably. Then setting dispute with words. എന്താണ് setting dispute with words എന്ന് പറഞ്ഞാൽ? തർക്കങ്ങൾ തീർക്കുക. തർക്കങ്ങൾ ഉണ്ടാവുമ്പോ എങ്ങനെയാണ്? മോശമായ വാക്കുകൾ ഉപയോഗിക്കരുത്. ആണോ? അതാണോ setting dispute with words? അവരെ തല്ലു പറയും, തെറ്റ് ചെയ്ത ആളെ തല്ലാൻ പറയും. അതായത് റിയാക്ട് ചെയ്യണല്ലോ. തെറ്റ് ചെയ്ത ആളെ തല്ലാൻ പറയാണ് നമ്മളോട് അല്ലെ. അപ്പൊ വഴക്കൊന്നും കൂടാതെ വാക്കുകളിൽ കൂടെ സംസാരിച്ച് തീർക്കുക എന്നുള്ളതാണോ മാം? ഞാൻ ചിന്തിക്കുന്നത് കൂടെ അവര് തർക്കങ്ങൾ പരിഹരിക്കുന്നു എന്ന്, വാക്കുകൾ പറഞ്ഞ് തങ്ങളി അങ്ങനെയാണോ? ഫാമിലിയിൽ തർക്കങ്ങൾ ഉണ്ടാവുമ്പോ എങ്ങനെയാണ്? ആരെങ്കിലും തെറ്റ് ചെയ്തത് അവരെ ചീത്ത പറയൂ എന്ന രീതിയിൽ അവരത് പ്രസന്റ് ചെയ്യും കുട്ടികള് നന്നായിട്ട്. പിന്നെന്തൊക്കെയാണ് പറ? അവര് കൈകൊണ്ട് തടവലൊക്കെ നമുക്ക് തരും, അയ്യോ പോട്ടെ സാരമില്ല എന്നുള്ള അർത്ഥത്തില്. യെസ്, അതാണ് പറയുന്നത് അല്ലെ. സെറ്റിംഗ് ഡിസ്പ്യൂട്ട്, തർക്കങ്ങൾ ഉണ്ടാവുമ്പോ നമ്മൾ എന്താണ് കുട്ടികളെ എന്തെങ്കിലും ആശ്വാസ വാക്കുകളൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഒന്ന് മയപ്പെടുത്തും അല്ലെ. ആ കുട്ടികൾ അത് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മ പിണങ്ങിയാലും അമ്മ വന്ന് എന്നെ വന്ന് കെയർ ചെയ്യണമെന്ന് കുഞ്ഞ് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും അല്ലെ. പക്ഷെ നമ്മൾ ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ബഹളം വെക്കും, ഒച്ചയെടുക്കും, ചീത്ത വാക്കൊക്കെ പറയും അല്ലെ. നിങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലെ. അത് കഴിയുമ്പോ നിങ്ങൾ എന്താണ്, പിന്നെ അപ്പൊ തന്നെ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ് നിങ്ങൾ അപ്പൊ തന്നെ നോർമലായി കുഞ്ഞിനോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാറില്ലേ, നല്ല സ്നേഹത്തോടുകൂടി. സോറി പറയും. എല്ലാ ദേഷ്യപ്പെടലും കേട്ട് ലാസ്റ്റ് ഒരു സോറി. ഈ ഒരു 6 വയസ്സ് വരെയൊക്കെ സോറി ഒക്കെ പറഞ്ഞ് കൊണ്ടുപോകാൻ പറ്റും. പിന്നീട് അങ്ങോട്ട് കുട്ടികളൊക്കെ പഴയ കുട്ടികളൊന്നല്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മ പറഞ്ഞ സോറിക്ക് ഇപ്പൊ ഇച്ചിരി കഴിഞ്ഞോ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എല്ലാവരും ഞാൻ പറയണില്ല കേട്ടാ, ചില കുട്ടികൾ. അതെ അതെ, അത് വളരെ ശരിയാ. ഓക്കെ, നമുക്ക് എനിക്ക് തോന്നുന്ന ഒരു വലുതാകുന്നത് വരെ ഒരു എന്താ പറയാ, ഒരു 1-ാം ക്ലാസ് 2-ാം ക്ലാസ് വരെയൊക്കെ, ഒരു 3 വരെയൊക്കെ ഉണ്ടാവുള്ള ഒരു നമ്മളായിട്ടൊക്കെ ഒരു അറ്റാച്ച്മെന്റ്. പിന്നീട് അവര് ഓരോ ദിനം പ്രതി ഒരു ക്ലാസ് വലുതാവുന്നതനുസരിച്ച് അവരിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. പഴയ പോലെ ഒന്നല്ല, പെട്ടെന്ന് വലുതാവുന്ന കുട്ടികളാണ്. ഇപ്പൊ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതുകൊണ്ട് തന്നെ അവർക്ക് ആ അറ്റാച്ച്മെന്റ് ഒക്കെ ഉണ്ടാവും. എങ്കിലും നമ്മൾക്ക് ഒരു കുഞ്ഞായിരിക്കുന്ന ഒരു സമയത്തല്ല ഏറ്റവും കൂടുതൽ അവർക്ക് നമ്മളോട് ഭയങ്കര അറ്റാച്ച്മെന്റ്. അത് കഴിഞ്ഞ പിന്നെ അവരോട് നമ്മൾ എന്ത് പറഞ്ഞാലും അവരതിനെതിരെ എഗെയിൻസ്റ്റ് ആയിട്ട്. മാം, എനിക്കതൊന്നും ആലോചിക്കാൻ പറ്റുന്നില്ല. എന്റെ മോന് അറ്റാച്ച്മെന്റ് കുറയുന്നുള്ള അതെല്ലാം പറയുമ്പോ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത പോലെ ഉണ്ട്. എല്ലാവരെയും ഞാൻ പറയുന്നില്ല, അങ്ങനെയും ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മുടെ ചില ടീച്ചേഴ്സ് പറയാറുണ്ട്, അവനിപ്പോ എന്താന്നാവും, അങ്ങനെയാണ്. അത് അവരുടെ സ്റ്റേജ് മാറുന്നതിനനുസരിച്ച് അവരിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായ പ്രതികരണങ്ങളാണ്. അപ്പൊ അവരുടെ ഒരിക്കലും സ്നേഹമൊന്നും പോകണമെന്നില്ല. ആ അറ്റാച്ച്മെന്റ് എപ്പോഴും ഉണ്ടാവും കേട്ടാ. പറഞ്ഞുള്ളൂ. അത് സത്യമാണ് മാം. എന്താണെന്നറിയാവോ, നമ്മള് കുഞ്ഞുങ്ങളെ അവര് തീരെ ചെറുതായിരിക്കുമ്പം അവര് നമ്മളുടെ കൂട്ടത്തിൽ നിൽക്കുമെന്ന് നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കും. പക്ഷെ അവര് വളരും തോറും, അല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, അവര് നമ്മളോടൊരു കാര്യം പറയുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റണം. നമ്മൾ അവരുടെ നല്ലതിന് വേണ്ടിയിട്ട് അവരോട് അതങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയുമ്പം അവരുടെ മനസ്സിലോട്ട് കയറുന്നത് വേറൊരു രീതിയിലോട്ടാണ്. അവിടാണ് പ്രശ്നം ഉണ്ടാവുന്നത്. കൂടുതൽ ആൺകുട്ടികളിലല്ലേ അവർക്ക് കുഴപ്പമില്ല. കൂടുതൽ എനിക്ക് തോന്നുന്നത് ആൺകുട്ടികളാണ്. പക്ഷെ മേനോട് അറ്റാച്ച്മെന്റ് ഉള്ള ആൺകുട്ടികളുണ്ട് കേട്ടോ. അങ്ങനെയുണ്ട്, നമ്മൾ കാണാറില്ലേ, ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് ആൺകുട്ടിയും പെൺകുട്ടിയും ഒന്നുമില്ല, രണ്ടു കൂട്ടരും അങ്ങനൊക്കെ തന്നെ ഇപ്പൊ.
അപ്പൊ ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള വ്യത്യാസങ്ങളില്ല ഈ കാര്യങ്ങൾക്കൊന്നും. അവർക്ക് അവരുടേതായ സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ. അവർക്ക് അവർ പറയുന്ന കാര്യങ്ങളെ നമ്മൾ ഉൾക്കൊള്ളണം. നമ്മൾ അതിന് നോ പറഞ്ഞു പോയാൽ അവർ പിന്നെ നമ്മളോട് ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യില്ല. നമ്മൾ കണ്ടത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതിപ്പോ നമ്മൾ ആദ്യമേ അത് മനസ്സിലാക്കിയാൽ മതി. സത്യത്തില് മാം ഇപ്പോഴത്തെ ഈ മോണ്ടിസോറി മെത്തേഡ് വെച്ച് നമ്മൾ നമ്മുടെ പിള്ളേരെ തന്നെ നോക്കേണ്ട വരും. അല്ലെങ്കിൽ അവര് നമ്മളോട് പിണങ്ങും. അങ്ങനെ തന്നെ നോക്കേണ്ട വരും. മുഖം കറുപ്പിച്ചാൽ ദേഷ്യം. സൈക്കോളജി പഠിക്കുന്നതോട് ഉപകാരം ഉണ്ടാവുള്ളൂ. മനസ്സിലാവുമല്ലോ അവരെ ദേഷ്യപ്പെടുന്നതിന് മുമ്പ് ഒന്നും കൂടെ ആലോചിക്കും. അയ്യോ മോണ്ടിസോറിയാ നമ്മൾ പഠിക്കുന്നത്, ദേഷ്യപ്പെടാൻ പാടില്ല. അപ്പോഴേ മുഖം ഒന്ന് മാറ്റും. അല്ലെങ്കിൽ നമ്മളെ ചില നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് തന്നെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അനാവശ്യമായിട്ട് ചില വാക്കുകളൊക്കെ പറയാറുണ്ട് ഇല്ലേ? സത്യത്തില്ലേ? പറയും, പറഞ്ഞു പോകും. പ്രവർത്തനങ്ങളായിരിക്കും വാക്ക് അതായിരിക്കും നല്ലത്. വേണമെങ്കിൽ അടിക്കുന്നതിന് പ്രശ്നമില്ല, പലരും പ്രശ്നമില്ല. പക്ഷെ നമ്മൾ കുറച്ച് വാക്കുകളൊക്കെ ഉപയോഗിക്കും ദേഷ്യപ്പെടുത്തിയാൽ. മാം ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ മോളോട് നന്നായിട്ട് ദേഷ്യപ്പെട്ട് കുറേ പ്രാവശ്യം അവള് വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങി മോളിലോട്ട് കളിക്കാനൊക്കെ പോയി കുറേ പ്രാവശ്യം പോയി പിടിച്ചോണ്ടൊക്കെ വന്ന് 3ാമത്തെ പ്രാവശ്യം പിടിച്ചോണ്ടിരുന്നപ്പോ അടി കൊടുത്തു കഴിഞ്ഞപ്പോ എനിക്ക് സങ്കടം. നിങ്ങൾ ഇപ്പോൾ അധ്യാപകരായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ മോശമായ വാക്കുകൾ പറയരുത്. മാനസിക സംയമനം പാലിപ്പിച്ചിട്ട് ഒന്ന് പറഞ്ഞു നോക്കുക. അപ്പൊ അവര് ചിലപ്പോൾ നേരെ ആയിരിക്കാം. നമ്മൾ ശ്രമിക്കും. നമുക്കല്ലേ ശ്രമിക്കാൻ പറ്റും നമ്മളെ മക്കളെ ശരിയാക്കാനായിട്ട്. ഒന്ന് ശ്രമിച്ചു നോക്കുക കേട്ടോ. ശരിയാണ്. പിന്നെ കാലഘട്ടമൊക്കെ മാറിയതുകൊണ്ട് ഒരുപാട് പ്രതീക്ഷകൾ വെച്ച് ആരും മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പൊ കുട്ടികളിൽ നിന്നായാലും ആരായാലും എപ്പോഴാണ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ ന്യൂസിൽ കണ്ടായിരുന്നോ? ഞങ്ങൾ ഇവിടുത്തെ ക്ഷേമബന്ധത്തെ ഒരു ന്യൂസ് കണ്ടായിരുന്നോ? കണ്ടു. രണ്ടുപേരും എന്റെ സുഹൃത്തുക്കളാണ്, ജിതിനും വിനീഷ് ചേച്ചിയും. ഞങ്ങള് ഒരേ സ്കൂളിൽ പഠിച്ചതാണ്. എന്റെ സീനിയേഴ്സ് ആണ്. എന്റെ പിന്നെ തൊട്ടടുത്ത് തന്നെ വീടുണ്ട്. ഇപ്പൊ ഒന്ന് മാറി താമസിക്കുന്നതാണ്. അപ്പൊ നമുക്കിപ്പോ ഈ നാട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. ഒരാള് വന്ന് 3 പേരെ നിസ്സാരമായി കൊന്നു കളഞ്ഞു പോയതാണ്. അറിഞ്ഞായിരുന്നോ? ന്യൂസ് അറിഞ്ഞായിരുന്നോ നിങ്ങള്? മാം എന്തായിരുന്നു? അറിയില്ല. കഴിഞ്ഞ ദിവസം ന്യൂസിൽ രാത്രി കണ്ടിരുന്നു. പക്ഷെ എന്തരാണെന്നൊന്നും വ്യക്തമായില്ല. 3 പേരെ കൊന്നുള്ളത് കണ്ടായിരുന്നു. ആൾക്ക് എന്താ പ്രോബ്ലംസ് ഉള്ള ആളാണ്. മറ്റേ കഞ്ചാവോ അങ്ങനെ എന്തൊക്കെയോ ഉപയോഗിക്കുന്ന ആളാണ്. റൗഡി ലിസ്റ്റിലൊക്കെ ഉള്ള ആളെന്നാ പറയുന്നത്. അപ്പൊ ആള് തമ്മിൽ 2-3 മാസങ്ങളായിട്ട് അവിടെ ആ മാക്സ് പ്രദേശങ്ങളിൽ എല്ലാവരും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. അവര് വന്ന് താമസിക്കില്ല, നമുക്കറിയില്ല. അപ്പൊ എന്ത് നിസ്സാര കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം എന്താണ് ഇങ്ങനെ ആളെ ജിതിൻ എന്ന് പറഞ്ഞപ്പോ ആള് ഹോസ്പിറ്റലാണ്. ഇപ്പൊ മരിച്ച പെൺകുട്ടിയുടെ ഹസ്ബൻഡ് നൈബർ തന്നെയാണ്, തൊട്ടടുത്ത് തന്നെയാണ്. അപ്പൊ ആളെ കൊല്ലാൻ വേണ്ടി വന്നത്. ആളെ തലക്കടിച്ച സമയത്ത് ചേച്ചി കയറി പിടിച്ചു. എന്തായാലും നമ്മള് ഭർത്താവിനെ ചെയ്യുന്ന സമയത്ത് ഒന്നും നോക്കി നിൽക്കില്ലല്ലോ, അച്ഛനായാലും അമ്മയായാലും. അപ്പൊ പിടിച്ചു മാറ്റാൻ നിന്ന സമയത്താണ് അവരെയും ഉപദ്രവിച്ചത്. 3 പേരെയും തലക്കടിച്ചു കൊണ്ടു. ഹാളില് 4 സൈഡിലായിട്ടാണ് ഇങ്ങനെ ബോഡീസ് ബ്ലഡിൽ കുളിച്ച് കിടക്കുകയാണ്. വല്ലാത്തൊരു സീനാണ്. വീഡിയോസിലാണ് കണ്ടത്. അവിടെ പോയി കണ്ടില്ല. വീഡിയോസിൽ വീടൊക്കെ ക്ലോസ് ചെയ്തേക്കാണ് പോലീസ് എൻക്വയറി ചെയ്യാൻ വേണ്ടിട്ട്. കുട്ടികളുടെ മുന്നിൽ വെച്ചാണ്, നിങ്ങൾക്ക് അറിയോ, 2 പെൺകുട്ടികളാണ് അവർക്ക്. 2 പെൺകുട്ടികളുടെ മുന്നിൽ വെച്ചാണ് അയാൾ അത് ചെയ്തത്. കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്തില്ല. അവൻ ആ സമയത്ത് അന്നത്തെ പോലീസിൽ മൊഴി കൊടുത്തു കേട്ടോ. കുറച്ച് സമയം ഇപ്പൊ അവന് ബോധം വന്നു. അവൻ പോയി പോലീസിൽ മൊഴി കൊടുത്തു. അപ്പൊ അവൻ പറഞ്ഞതാണ് കുട്ടികൾ നോക്കി നിൽക്കുമ്പോഴാണ് അവൻ ചെയ്തതെന്നാണ്. യെസ് രതീഷ. ചിലപ്പോ ന്യൂസിലൊക്കെ ഉള്ളത് കാര്യങ്ങൾ ചിലപ്പോ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അങ്ങനെയൊന്നും അല്ല, ഇതൊക്കെയാണ് സത്യാവസ്ഥ. കുഞ്ഞുങ്ങൾ പറഞ്ഞാൽ തീരെ ചെറിയ കുട്ടികളാ. മൂത്ത ആള് ഇപ്പൊ വലിയ കുട്ടിയാണ്. ഇളയ ആളെന്തോ 1ാം ക്ലാസ്സിലോ അത്രയൊക്കെ ആയിട്ടുള്ളൂ. UKG അത്രയൊക്കെ ആയിട്ടുള്ളൂ. നമുക്കറിയാവുന്ന ഒരു ഫാമിലിയാണ്. ഏറ്റവും നിസ്സഹായരായ ഒരു ഫാമിലി ആയിരുന്നു. വേറെ ആർക്കൊരു ഉപദ്രവങ്ങളും ഇല്ലാത്തൊരു കുടുംബം. അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ അവനൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അവനിപ്പോ തെളിവെടുപ്പിന് കൊണ്ടുവരും പ്രതിയെ. അപ്പൊ നാട് മുഴുവൻ ഇറങ്ങി നിൽക്കുകയാണ് ഉപദ്രവിക്കാനായിട്ട്. പക്ഷെ അപ്പോഴും പോലീസ് പ്രൊട്ടക്ഷനോടൊക്കെ ആയിരിക്കുമല്ലോ വരുന്നത്. ഞങ്ങൾ ആ കുട്ടികളുടെ അവസ്ഥയായി. ഇപ്പൊ അവരുടെ അച്ഛൻ ഹോസ്പിറ്റലാണ്. രുദ്രാസിൽ തന്നെയാണ്, വെന്റിലേറ്ററിലാണെന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. പക്ഷെ നമ്മൾ ആ കുഞ്ഞുങ്ങളുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇത്ര ചെറുപ്പത്തിൽ അമ്മയും
ബന്ധുക്കളൊക്കെ മരിക്കാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അത് അവരുടെ കൺമുൻപിൽ നിന്ന് തന്നെ അച്ഛൻ അങ്ങനെ കൊല്ലണമൊക്കെ കണ്ടത്. അത് നമുക്ക് ചിന്തിക്കാം, നമ്മളൊന്ന് ആലോചിച്ചാൽ നമുക്കാണിത് വരുന്നതെങ്കിൽ അല്ലെ, അത്രയും ആലോചിച്ച് നമുക്ക് മനസ്സിലാവും. ആ കുട്ടികൾ ഇപ്പോഴും ആ ഒരു ആഘാതത്തിൽ നിന്ന് മാറിയിട്ടില്ല. നമ്മൾ റിപ്പോർട്ടിങ്ങിലൊക്കെ പറഞ്ഞപ്പോ അവരെ ബന്ധുക്കളുടെ വീട്ടിലാണ്. എങ്കിലും ഒന്നും ആലോചിച്ച് നോക്കിയാൽ കുഞ്ഞുങ്ങൾ നേരെ കണ്ട കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ഒരു സമൂഹമാണ് ഇപ്പൊ. അതുപോലെ തന്നെ ഒരു 15 വയസ്സുള്ള കുറിച്ച് കഴിഞ്ഞ ദിവസത്തിലെ ആരോ കൂടെ പഠിക്കുന്ന കുട്ടിയുടെ തലക്കടിച്ച് കൊന്നു. അത്രേ ഉള്ളൂ. അവർക്കൊക്കെ വികാരങ്ങൾ എന്നൊക്കെ, കൊലപാതകം എന്ന് പറഞ്ഞിട്ട് നിസ്സാരം. പണ്ടൊക്കെയെന്ന് വെച്ചാൽ അയൽക്കാർ തമ്മിൽ വഴക്കുണ്ടായാലും എങ്ങനെയാണ്, ചിലപ്പോ അനാവശ്യ ചീത്തയൊക്കെ പറയും. അല്ലെങ്കിൽ ചിലപ്പോ വേരി ഒന്ന് തല്ലിപ്പൊളിക്കാൻ പറ്റും അല്ലെ, അതിന് പാത്രമൊക്കെ ഒന്ന് പറിച്ചെറിയും. അവിടെ പ്രശ്നങ്ങൾ തീർന്നു. പിന്നെ കുറച്ചാളെന്ന് ചിലപ്പോ അവരെ ചക്കരയും പിള്ളേരായിട്ടൊക്കെ നടക്കും. പക്ഷെ ഇപ്പൊ നീ അത് തന്നില്ലല്ലോന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ വെട്ടിക്കൊള്ളുന്ന ഒരു ലോകമായി മാറി നമ്മുടെ അല്ലെ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ നമ്മളെ മാക്സിമം വീട്ടിലിരിക്കുന്നവരായെങ്കിലും ഇപ്പൊ അവർക്ക് പ്രത്യേകിച്ച് കയറി വരുന്ന സമയത്ത് അവർക്ക് ഡോറൊന്നും ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ചെക്കൻ വന്ന് കയറി വേഗം അവരിനകത്തൊന്നും കുത്തിയത്. അപ്പൊ എല്ലാവരും പറയുന്നു അത് ചെയ്യാറില്ല ഇത് ചെയ്യാറില്ല. പക്ഷെ നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ. അതൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. അനുഭവിച്ചാൽ അവർക്കറിയാം എന്തായിരിക്കും ആ സമയത്ത് ഉണ്ടായത്. ഇന്നലെ ഒരു വൈകുന്നേരം 6 മണിക്ക് ശേഷം നടന്ന സംഭവമാണ്. കുറച്ച് ആ സമയം കുഞ്ഞുങ്ങൾക്ക് അതൊരു ട്രോമ ആയിട്ട് കിടക്കുകയും ചെയ്യും. പാവം. നമ്മളൊക്കെ അല്ലെ, നമ്മളൊക്കെ ഇങ്ങനെ അത് കേട്ട് വിഷമിച്ച് നിസ്സഹായരായിട്ട് നിൽക്കാന്നല്ലാതെ എന്താ ചെയ്യാനാ അല്ലെ. അവർക്ക് ആരെങ്കിലും ഉണ്ടാവും ഇതുപോലെ ഉപദ്രവിച്ച പോലെ തന്നെ നോക്കാനായിട്ട് നല്ല രീതിയിൽ മനസ്സ് കളക്കാനുണ്ടാവും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്. ദൈവം ഒന്നും കാണാതെയൊക്കെ, പക്ഷെ ദൈവം ചില സമയത്ത് ചെയ്യുന്നത് കൂടെ തന്നെയല്ലേ തോന്നിപ്പോവാറുണ്ട്. നിങ്ങൾ ആ കുട്ടികൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അവര് ആ ഒരു മനോധൈര്യത്തിൽ നിൽക്കാൻ സാധിക്കട്ടെ എന്ന്. പിന്നെ അച്ഛൻ രക്ഷപ്പെട്ടെന്ന് നമുക്ക് വിചാരിക്കാം, പ്രാർത്ഥിക്കാം. കാണാത്തവരൊന്നും യൂട്യൂബിലുണ്ട്, ന്യൂസസ് ഉണ്ട് കേട്ടോ, അതിൽ കാണാൻ സാധിക്കും. അതിൽ വീഡിയോസ് ഒന്നും ഇല്ല, ഇതൊന്നും കാണിക്കുന്നില്ല. നല്ല ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഓക്കെ, നമ്മള് കാര്യങ്ങളിലൊക്കെ വിട്ടുപോയല്ലേ. എല്ലാവരും ഇപ്പൊ നമ്മൾ സൈക്കോളജി പഠിക്കുമ്പോൾ റിയൽ സിറ്റുവേഷൻസ് ആയിട്ട് കണക്ട് ചെയ്ത് വരും. അങ്ങനെയാണ് കേട്ടോ. പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു 10 ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ്. ലൈഫ് റിലേറ്റഡ് സബ്ജക്റ്റ് ആണ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമ്മളുടെ അനുഭവങ്ങൾ വെച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. അതാണ് ഈ ഒരു വിഷയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും നല്ല നല്ല ചാപ്റ്റേഴ്സ് സൈക്കോളജിയിൽ വരുന്നുണ്ട്. നമ്മളെ കൂടുതൽ നമ്മളറിയാൻ നമ്മുടെ കുട്ടികളെ കൂടുതൽ അറിയാനൊക്കെ പറ്റിയ ചാപ്റ്റേഴ്സിലുണ്ട്. നമുക്ക് വരും ക്ലാസ്സുകൾ അതൊക്കെ പഠിക്കാം. ഓക്കെ, പിന്നെ ഇതിവിടെ നിർത്തുവാണ് കേട്ടോ. ക്ലാസ്സിന് വൈൻഡപ്പ് ചെയ്യാലോ. കേൾക്കുന്നില്ലേ നിങ്ങള്? സൈൻ ഔട്ട് ക്ലാസ് എടുത്ത് വന്നപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ ആർക്കും? ഇല്ല മാം. യെസ്. ഓക്കെ, സൈൻ ഔട്ട് ചെയ്തോളൂ. ആരാണ് സൈൻ ഔട്ട് ചെയ്യുന്നത്? മാം ഞാൻ പറയാം. Parenting is a lifetime job and does not stop when a child grows up. Thank you, ma'am. Thank you so much for your wonderful class, ma'am. Thank you. Sign out by Jyoti. Okay, next class കാണാം കേട്ടോ. Bye. Thank